let's start. So the first question is, what is the absorption coefficient of a material represent? Okay, absorption coefficient എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം റേഷ്യോ ആണ്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് ഓഫ് സൗണ്ട് അബ്സോർബ്ഡ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് എനർജി അല്ലെ. ഇൻസിഡൻറ്റ് സൗണ്ടിൽ എത്ര അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? റേഷ്യോ ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ടു ദ സൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് അല്ല, ഇൻസിഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ റേഷ്യോ ഓഫ് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ടു സൗണ്ട് എനർജി ഇൻസിഡൻസ്. ഓപ്ഷൻ സി ആണ് ഇപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ത്രെഷോൾഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഹ്യൂമൻ ഹിയറിംഗ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. വാല്യൂ പെയിൻ ഇൻറ്റൻസിറ്റിയും മിനിമം ഇൻറ്റൻസിറ്റിയും പഠിച്ചു അല്ലേ. ഇൻറ്റൻസിറ്റിയുടെ സെക്ഷനിൽ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ ത്രെഷോൾഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ത്രെഷോൾഡ് നമ്മുടെ പെയിൻ ഇൻറ്റൻസിറ്റി ആണ് കേട്ടോ. ത്രെഷോൾഡ് ഇൻറ്റൻസിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി. ഓക്കെ, അത് 10⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. സോറി, ഇതിൽ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പെയിൻ അല്ല, മിനിമം ആണ് കേട്ടോ. മിനിമം നമ്മൾ രണ്ട് ഇൻറ്റൻസിറ്റീസ് ആണ് പഠിച്ചത്. I0 എന്ന് പറഞ്ഞിട്ട് ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റി അല്ലേ. മിനിമം ഇൻറ്റൻസിറ്റി അതെന്ന് പറയുന്നത് 10⁻12 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അടുത്ത് നമ്മൾ പഠിച്ചത് ത്രെഷോൾഡ് പെയിൻ ഇൻറ്റൻസിറ്റി. പെയിൻ ഇൻറ്റൻസിറ്റി വരുമ്പോഴത്തേക്കും പെയിൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 10⁻12 ടൈംസ് ഓഫ് I0 അല്ലേ. അതായത് 10⁻12 ഇൻറ്റു 10⁻12 അല്ലേ. അപ്പോൾ ഇത് 10⁻12 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നറിയാം I0 10⁻12 ആണ്. സോ ഇത് 1 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം 12ഉം -12ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. വിൽ ഗെറ്റ് 1 അല്ലേ. 10⁻0 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇത് പെയിൻ ആണ്. മിനിമം ഇൻറ്റൻസിറ്റി നമ്മുടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ത്രെഷോൾഡ് ഇൻറ്റൻസിറ്റി ചോദിച്ചാൽ ത്രെഷോൾഡ് മിനിമം ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എടുത്താൽ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഓഡിബിൾ സൗണ്ട് എത്രയാണ് നമുക്ക് അറിയാമല്ലേ. കാണാതെ പഠിച്ചാൽ 20 ഹെർട്സ് ടു 10⁻4 ഹെർട്സ് അല്ലേ. 10⁻4 ഹെർട്സ് അല്ലേ. 20 ഹെർട്സ് തുടങ്ങുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ എബവ് 20 കിലോ ഹെർട്സ് ആണല്ലേ. ഇത് വരത്തില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഇത് 20 കിലോ ഹെർട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ 20 ഹെർട്സ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ 10⁻3നെ 10 ഇൻറ്റു 10⁻3 ഹെർട്സ് എന്ന് എഴുതാം, വിച്ച് ഇസ് 10 കിലോ ഹെർട്സ് അല്ലേ. 10⁻3 എന്ന് പറയുമ്പോൾ കിലോ ആണ്, കിലോ ഹെർട്സ്. ഇവിടെ 20 ഹെർട്സിൽ തുടങ്ങി 10 കിലോ ഹെർട്സ് ആണ്. ഇപ്പോൾ 10 എന്നുള്ളത് ഇവർ 20 ആക്കി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് മെറ്റീരിയൽ ഹാസ് എൻ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് 1. നമ്മൾ പഠിച്ചില്ല, ടേബിളിൽ നിന്ന് പഠിച്ചു. ഓപ്പൺ വിൻഡോ ആണ് എന്ത് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് 1 ഉള്ളത്. 100% ഇൻസിഡൻറ്റ് സൗണ്ടിനെ അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് പ്ലാസ്റ്ററിലല്ല, കാർപ്പറ്റിനുണ്ടായിരുന്നു. ഇറ്റ് വാസ് അറൌണ്ട് 0.4 അല്ലേ. എത്രയാണ് നമുക്ക് ആ വാല്യൂ, എക്സാക്ട് വാല്യൂ നോക്കിക്കാം. അപ്പോൾ കാർപ്പറ്റിന് 0.4 ആണ്. സ്റ്റേജ് കർട്ടന് 0.2, കർട്ടൻ വിത്ത് ഫോൾഡ് 0.4ൽ തുടങ്ങി 0.75, ഓഡിയൻസിന് 0.46, പെർഫറേറ്റഡ് ഫൈബർ ബോർഡിന് 0.55. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് യൂസ്ഡ് ടു മെഷർ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ. ഓക്കെ, നമ്മൾ സൗണ്ട് ഇൻറ്റൻസിറ്റി യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ബെല്ല്, ഡെസിബെല്ല്, ഫോൺ, ഇത് മൂന്നുമാണ് നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ L is equal to L1 minus L0 അല്ലേ. K ഇൻറ്റു log of I1/I0 അല്ലേ. ഇത് പഠിച്ചായിരുന്നു നമ്മൾ. L is equal to. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്? ഡെസിബെൽ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു നോട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഡിഫറൻസ് ഇൻ ലൗഡ്നെസ് എന്ന് പറയുന്നത് സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലാണ്. ഈ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലിൽ നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് ഓഫ് ലൗഡ്നെസ് അല്ലെങ്കിൽ സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ ചോദിച്ചാൽ ബെൽ അല്ലെങ്കിൽ ഡെസിബൽ ആണ് കറക്റ്റ് ആൻസർ. ബെല്ലിൻ്റെ 10 ടൈംസ് മൾട്ടിപ്ലൈ ബൈ ഡെസിബൽ കിട്ടും. അപ്പോൾ ഇവിടെ ബെല്ലില്ലാത്തത് കൊണ്ട് ഡെസിബൽ ഓപ്ഷനാണ് നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ അതാണ് ഡെസിബൽ എന്ന യൂണിറ്റ് നമ്മൾ പിക്ക് ചെയ്തത്. നമ്മൾ ഫോൺ എപ്പോഴാണ് വരുന്നത്? വേറെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫോണിൽ ഉണ്ടോ എന്ന് അറിയില്ല. ഇനി കുഴപ്പമില്ല, നോക്കാം നമുക്ക്. ഓക്കെ, വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ലോവസ്റ്റ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ്. ഏറ്റവും ലോവസ്റ്റ് ഏതാണ്? ഇതിന് 1 ആണ്, ഇതിന് 0.4 ആണ്. ഹെവി കർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 0.4 അല്ല,
0.4 ടു നമ്മുടെ കർട്ടൻസ് വരുമ്പോൾ 0.4 ടു 0.75 വരെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തത് പ്ലാസ്റ്റർ ആണ്. പ്ലാസ്റ്റർ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റിഫ്ലക്റ്റീവ് സർഫസ് ആണ് അല്ലേ. ഒരു റിഫ്ലക്റ്റീവ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പോളിഷ്ഡ് ആയിട്ടല്ലേ കിടക്കത്തുള്ളൂ. അപ്പോൾ അതൊരു റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. റിഫ്ലക്റ്റീവ് സർഫസിന് എപ്പോഴും എന്തായിരിക്കും, അബ്സോർപ്ഷൻ ഭയങ്കര കുറവായിരിക്കും അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് കാർപ്പറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞല്ലേ, 0.4 അടുപ്പിച്ചാണ് കാർപ്പറ്റും കർട്ടൻസും ഒക്കെ വരുന്നത്. What is the primary unit of measuring absorption in acoustics? Absorption measure ചെയ്യുന്നത് ഏതിലാണ്? Absorption is equal to alpha s അല്ലേ. ഇവിടെ ഇത് നമ്മൾ ചെയ്യുന്നത് സബൈൻ മീറ്റർ സ്ക്വയറിലാണ് അല്ലേ. പക്ഷേ ഇവിടെ സബൈൻ മീറ്റർ സ്ക്വയർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് ഏറ്റവും സ്യൂട്ടബിൾ. സബൈൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെഷറിങ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ്. ഇതെന്ന് പറയുന്നത് ഓപ്പൺ വിൻഡോ യൂണിറ്റും ഉണ്ട് ആക്ച്വലി അല്ലേ. ഓപ്പൺ വിൻഡോ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി സബൈൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡെസിബലും നമ്മൾ എന്താണ് ലൗഡ്നെസ്സിൻ്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ ബിയും കറക്റ്റാണ്, ഡിയും കറക്റ്റാണ്. നിങ്ങൾ ഏത് കൊടുത്താലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ PSCയിലൊക്കെ എക്സാംസിന് ഇങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചാലഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാർക്ക് കിട്ടും. സോ ദിസ് ഈസ് ഒരു കൈൻഡ് ഓഫ് എറർ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്പൺ വിൻഡോ യൂണിറ്റ് കൊടുത്താലും സബൈൻ കൊടുത്താലും നമ്മൾ അബ്സോർപ്ഷനെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് തന്നെയാണ്. സോ ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, ഇനി ഒരു ന്യൂമറിക്കലാണ്. ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് അറ്റ് എ പോയിന്റ് ഈസ് 10⁻⁻6 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഒരു പോയിന്റിൽ സൗണ്ടിന്റെ ഇന്റൻസിറ്റി I 10⁻⁻6 വാട്ട് പെർ മീറ്റർ സ്ക്വയറിന് തന്നിട്ടുണ്ട്. സൗണ്ട് ഇന്റൻസിറ്റി ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്താണ്? I - I0 അല്ലേ. ഇന്റൻസിറ്റി ഏതാണോ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും I0 കുറയ്ക്കാം അല്ലേ. ആക്ച്വലി I - I0 അല്ല, സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എന്ന് പറയുന്നത് ലൗഡ്നെസ് ആണ് അല്ലേ. സോ വി പുട്ട് L - L0. അപ്പോൾ L എന്ന് പറയുന്നത് എന്താണ്? K log I അല്ലേ. K log I - K log I0 which is K into log I - log I0. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ ലോഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് log I/I0 എന്ന് എഴുതാം അല്ലേ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ K നമുക്ക് 1 എന്ന് അസ്യൂം ചെയ്തിട്ട് L is equal to log of I divided by I0 എന്നൊക്കെ. ലോഗ് ഇവിടെ 10 ആണ് ടു ദ ബേസ്. അപ്പോൾ ലോഗ് ടു ദ ബേസ് 10, I എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 10⁻⁻6. I0 നമുക്കറിയാം 10⁻⁻12. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ലോഗ് 10⁻⁻6 -12 വരും അല്ലേ. അപ്പോൾ -6 + 12 അതായത് 12 - 6 6 എന്ന് വരും. 10⁻6. അപ്പോൾ ഇതിപ്പം ലോഗ് 10⁻A ഫോർമാറ്റിൽ കിടക്കുമ്പോൾ അത് A ആയിട്ടാണ് വരുന്നത്. അതായത് ഈ 10ഉം 10ഉം കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോയിട്ട് ഈ വാല്യൂ വരും. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിട്ട് ബാക്കി 6 വരും. ഇത് ഓർക്കേണ്ടത് 6 ഡെസിബെല്ലിൽ അല്ലേ. ഡെസിബെല്ലിലല്ല, 6 ബെല്ലിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഇക്വേഷനെ ഡെസിബെല്ലിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. 6 × 10 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡെസിബെൽ. ഓർക്കുക, നമ്മൾ ഇക്വേഷൻ പഠിച്ചു L is equal to log I divided by I0 ബെല്ലിലാണ്. L equal to 10 into ചെയ്ത് കഴിഞ്ഞാൽ we will get ഡെസിബെൽ. ഓക്കെ, ഇത് കൺഫ്യൂസ്ഡ് ആകരുത്. ഇപ്പോൾ ഓപ്ഷൻ 6ഉം 60 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തെറ്റ് തന്നെ അല്ലേ. സോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. ആ ഒരു കൺവേർഷനൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനും വീണ്ടും ഒരു ന്യൂമറിക്കൽ പോലത്തെയാണ്. ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സൗണ്ട് വേവ് ഇൻക്രീസസ് ബൈ ഫാക്ടർ ഓഫ് 4, ഇൻറ്റൻസിറ്റി ഇൻക്രീസസ് ബൈ ഫാക്ടർ. ഓക്കെ, ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് A ആയിരുന്നത് ഒരു ഫാക്ടർ 4 വെച്ചിട്ട് കൂടി. ദാറ്റ് ഈസ് അത് ഫാക്ടർ 4 എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടിപ്ലൈഡ് ആയി. ഓക്കെ, അതായത് 4 ടൈംസ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്കിൽ ഇൻറ്റൻസിറ്റി ഐയിൽ നിന്ന് എത്രയായിട്ട് മാറി എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡുമായിട്ടുള്ള റിലേഷൻ വേണം. നമുക്കറിയാം ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഐ ആയിരിക്കുമ്പോൾ A ആണ് ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ ഇത് I' എന്ന് വിളിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു 4A ദ ഹോൾ സ്ക്വയർ അല്ലേ. അതായത് I പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ I പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ ആണെങ്കിൽ ഇവിടെ I' പ്രൊപ്പോർഷണൽ ടു 4A സ്ക്വയർ വരും അല്ലേ. ദാറ്റ് ഈസ് 16A സ്ക്വയർ. അതായത് വി ക്യാൻ ഡു ലൈക്ക് ദിസ്. ഇനിഷ്യലി I0 എന്ന് കൊടുത്തു, അതിന് കറസ്പോണ്ടിങ് A.
I1 എന്ന് പറയുന്നത് 4AI. അപ്പോൾ I1 എത്ര ടൈംസ് ആകും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? I just clear it once more. Okay. ആംപ്ലിറ്റ്യൂഡ് എയിൽ നിന്നും 4 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ ഇൻറ്റൻസിറ്റി ഐയിൽ നിന്നും I' ആയിട്ട് മാറി. ഈ I' എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ I പ്രൊപ്പോർഷണൽ ടു A² എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ I' പ്രൊപ്പോർഷണൽ ടു 4A² അല്ലേ? ഇതിന് രണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. I ഡിവൈഡഡ് ബൈ I' ഈക്വൽ ടു A² ഡിവൈഡഡ് ബൈ 4A the whole square അല്ലേ? അപ്പോൾ I ഡിവൈഡഡ് ബൈ I' ഈക്വൽ ടു A² ബൈ 60A². A² ക്യാൻസൽ ആയി പോയിട്ട് I' എത്രയെന്ന് കിട്ടും? 16 ടൈംസ് ഓഫ് ദി ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി അല്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി എത്ര ഫാക്ടറാണ് കൂടിയത്? 16 തവണ കൂടി. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലൗഡ്നെസ് ഡിഫറൻസ്? ലൗഡ്നെസ് ഡിഫറൻസ് അറിയുന്ന SIL അല്ലേ? സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് സൗണ്ടിൻ്റെ ഇടയ്ക്കുള്ളത്. I1 തന്നിട്ടുണ്ട്, I0 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം. L is equal to, ഇവിടെ പിന്നെ ഡെസിബലിലാണ് യൂണിറ്റ് വന്നിട്ടുള്ളത്. സോ 10 ഇൻറ്റു എടുക്കണം. 10 ഇൻറ്റു ലോഗ് I ഡിവൈഡഡ് ബൈ I0 വിച്ച് ഇസ് 10 ഇൻറ്റു ലോഗ് I എത്രയാണ്? 10⁻⁻4 ഡിവൈഡഡ് ബൈ 10⁻⁻12 അല്ലേ? അപ്പം ഈ A/B കൺവേർട്ട് ചെയ്യാനായിട്ട് -4 10⁻⁻4 ഈ -12 എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വരും, പിന്നെ ഒരു -12. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ലേ? അപ്പോൾ 10⁻⁻4 + 12, അതായത് 10⁻12 - 4 8 എന്ന് വരും അല്ലേ? അപ്പോൾ 10 ഇൻറ്റു ലോഗ് 10 10⁻8. നേരത്തെ പറഞ്ഞ പോലെ ഇതെന്ത് ചെയ്യും? ക്യാൻസലായി പോയിട്ട് 8 വരും, 80 ഡെസിബിൾ എന്ന് വരും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, the absorption coefficient of plaster തന്നിട്ടുണ്ട് 0.05. ആൽഫ is equal to 0.05. ഏരിയ പ്ലാസ്റ്ററിൻ്റെ തന്നിട്ടുണ്ട് 200 m². എസ് എന്ന് പറയുന്നത് 200 m² ആണ്. എങ്കിൽ ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ആൽഫ ഇൻറ്റു എസ് അല്ലേ? നമ്മൾ പറഞ്ഞു ആൽഫ ഇൻറ്റു എസ് ആണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ 0.05 ആണ് ഇൻറ്റു 200. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 2 × 5 10 വരും. 10 1000 2 10 വരും അല്ലേ? ഫൈനൽ ആൻസർ ഇസ് 10. അബ്സോർപ്ഷൻ്റെ യൂണിറ്റ് സബൈൻസ് അല്ലേ? സബൈൻസ്, ടോട്ടൽ അബ്സോർപ്ഷൻ ഇസ് സബൈൻസ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള സബൈൻ m², കേട്ടോ. 10 സബൈൻ m². നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു റൂമിൽ 3 മെറ്റീരിയൽസ് ഉണ്ട്. മൂന്നിൻ്റെയും സർഫസ് ഏരിയാസും കോയിഫിഷ്യൻസും അബ്സോർപ്ഷൻ കോയിഫിഷ്യനും തന്നിട്ടുണ്ട്. ടോട്ടൽ അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ അബ്സോർപ്ഷൻ ഈക്വൽ ടു α1 S1 പ്ലസ് α2 S2 പ്ലസ് α3 S3. 0.2 ഇൻറ്റു 50, വാല്യൂസ് ഞാൻ ഡയറക്റ്റ് എടുത്ത് എഴുതുവാണ്. 0.5 ഇൻറ്റു 30 പ്ലസ് 0.8 ഇൻറ്റു 20 വിച്ച് ഇസ് 10 പ്ലസ് 15 പ്ലസ് 16 30 35 40 41 സബൈൻ. 41 സബൈൻ. അപ്പോൾ ഇതിന് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഈ ഓപ്ഷനാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ലൗഡ്നെസ് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് എന്ന അസേർഷൻ തന്നിട്ടുണ്ട്. റീസൺ ആയിട്ട് തന്നിട്ടുള്ളത് loudness is a measure of the degree of sensation caused by sound in the human ear. അപ്പം നമുക്കറിയാം PSCയിൽ ഇപ്പോൾ പുതിയതായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ടൈപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് അസേർഷൻ നോക്കാം. ലൗഡ്നെസ് ഓഫ് സൗണ്ട്. ലൗഡ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രീക്വൻസിയെയും ആംപ്ലിറ്റ്യൂഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ലൗഡ്നെസ് പഠിച്ചപ്പോൾ പറഞ്ഞു ലൗഡ്നെസ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നു, പിന്നെ സെൻസിറ്റിവിറ്റി ഓഫ് ഇയർ അല്ലെ, ചെവിയുടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോണിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ ഇൻറ്റൻസിറ്റിയുടെ കാര്യമില്ല, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ അറിയെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 റോ. ആക്ച്വലി അന്ന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞൊരു ടേം അതിലുണ്ട്. അതിന് റീപ്ലേസ് ചെയ്ത് എഫ്, അതായത്
ഫ്രീക്വൻസിയുടെ ടേംസ് എഫ് അല്ലെങ്കിൽ എൻ എന്ന് പറയും. ഓക്കെ, ആ ഒരു ടേംസിൽ ഞാൻ എഴുതുന്നേ 2π² a² n² റോ സി. ഓക്കെ, ഇതിൽ ടേംസ് പറഞ്ഞുതരാം. എ ആംപ്ലിറ്റ്യൂഡ്, എൻ ഫ്രീക്വൻസി, റോ ഡെൻസിറ്റി, സി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിൽ ആംപ്ലിറ്റ്യൂഡും ഉണ്ട് ഫ്രീക്വൻസിയും ഉണ്ട്. അപ്പോൾ എൽ പ്രൊപ്പോർഷണൽ ടു ഐ ആണെങ്കിൽ ഐ ഡിപ്പെൻഡ് ചെയ്ത ഫാക്ടേഴ്സിനെയും ഇൻഡയറക്ട്ലി ലൗഡ്നെസ് ഡിപ്പെൻഡ് ചെയ്യും. സോ ദിസ് ഈസ് റൈറ്റ് അല്ലേ, ഇത് കറക്റ്റാണ്, അസേർഷൻ കറക്റ്റാണ്. ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്? ലൗഡ്നെസ് ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് സെൻസേഷൻ കോസ്ഡ് ബൈ ദ സൗണ്ട് ഇൻ ഹ്യൂമൻ ഇയർ. ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ, മനുഷ്യൻ്റെ ചെവിയിൽ ഒരു സെൻസേഷൻ ഉണ്ടാക്കുമല്ലേ, അതിൻ്റെ അളവിനെയാണ് ലൗഡ്നെസ് എന്ന്. ആക്ച്വലി ലൗഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻ കറക്റ്റാണ്, പക്ഷെ ആ സെൻസേഷൻ ആയതുകൊണ്ടാണ് അത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു റീസൺ ആയിട്ട് പറയാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് എക്സ്പ്ലനേഷൻ അല്ലേ. അപ്പം എയും ആറും കറക്റ്റാണ്, പക്ഷേ റീസൺ എന്തല്ല, അസേർഷനിലൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, സോ എ ആൻഡ് ആർ കറക്റ്റാണ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, സോ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഈസ് ഡെസിബൽ. സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഡെസിബൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻറ്റൻസിറ്റിയുടെ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. ഡെസിബൽ എന്ന് പറയുന്നത് എന്താണ്? ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് ആണ്. അപ്പം യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ ആണ്. സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ ആണെങ്കിൽ അത് ഡെസിബൽ എന്ന് പറയാം അല്ലേ. അല്ലാതെ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ അല്ലേ, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു ഡെസിബൽ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻറ്റൻസിറ്റി ഡെസിബൽ അല്ല, അപ്പോൾ ഇത് റോങ് ആണ്. അപ്പോൾ എ ഫോൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എ ഫോൾസ് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? എ ട്രൂ ആണെന്നാണ് ഇവിടെ പറയുന്നത്. എ ട്രൂ, ഇവിടെ എ ട്രൂ, ഇവിടെ മാത്രമാണ് എ ഫോൾസ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ. നമുക്ക് നോക്കാം. സൗണ്ട് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ അല്ലേ. ഇത് കറക്റ്റാണ്. ഇൻറ്റൻസിറ്റിയുടെ സെയിം ഡെഫിനിഷനാണ്, നമ്മൾ മുന്നേ ഡെഫിനിഷനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സെയിം ഡെഫിനിഷൻ തന്നെ. സോ റീസൺ കറക്റ്റാണ്, പക്ഷേ അസേർഷൻ തെറ്റാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഒരെണ്ണം കൂടെ, നെക്സ്റ്റ് ഒരെണ്ണം ഉണ്ട്. ഓപ്പൺ വിൻഡോയുടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് 1 ആണ്. കറക്റ്റാണ് അല്ലേ, നമുക്കറിയാം. അതിൻ്റെ ഓപ്പൺ വിൻഡോയുടേത് 1 ആണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി റീസൺ വന്നിട്ടുള്ള ഓപ്പൺ വിൻഡോസ് പെർഫെക്റ്റ്ലി അബ്സോർബ് ഓൾ ഇൻസിഡൻറ്റ് സൗണ്ട് എനർജി വിത്തൗട്ട് റിഫ്ലക്ഷൻ. ഓപ്പൺ വിൻഡോസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ സൗണ്ട് എനർജി റിഫ്ലക്ഷൻ ഇല്ലാതെ ഫുള്ളി അബ്സോർബ് ചെയ്യും. ഇൻസിഡൻ്റ് ആകുന്നതെല്ലാം അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഓപ്പൺ വിൻഡോസ് പെർഫെക്റ്റ്ലി എന്താണ് അബ്സോർപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് 1 ആയത്. സോ റീസൺ കറക്റ്റ് അല്ലേ, എയും ആറും കറക്റ്റാണ്. ആറ് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് എയുടെ അല്ലേ. സോ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ with R being the correct explanation of A. So option A ആണ് correct answer. Okay. ഇനി what is the threshold of human hearing in terms of sound intensity? നമ്മൾ പറഞ്ഞല്ലേ സൗണ്ട് ഇൻറ്റൻസിറ്റിയുടെ threshold of human hearing എന്ന് പറയുമ്പോൾ I0 ആണല്ലേ. I0 threshold of minimum intensity ആണ് ചോദിച്ചിട്ടുള്ളത്. That is 10⁻⁻12. പെയിൻ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ പെയിൻ എന്ന ഒരു ടേം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് അതില്ലാത്തടത്തോളം കാലം I0യുടെ വാല്യൂ ആണ് ചോദിക്കുന്നത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ ഇപ്പം കണ്ടോ 1 watt/m² ഉണ്ട്, പക്ഷേ നമ്മളത് മിനിമം ത്രെഷോൾഡിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ 10⁻⁻12 ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൌട്ട് സൗണ്ട് ഇൻറ്റൻസിറ്റി? സൗണ്ട് ഇൻറ്റൻസിറ്റിയെ പറ്റി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. നമുക്കറിയാം I പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ അത് ഡിപ്പെൻഡൻ്റ് ആണല്ലേ, അപ്പോൾ ഇത് റോങ് ആണ്. It is proportional to square of frequency. I is equal to 2π² a² n² rho c. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ I എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണ് അല്ലേ. ഇത് എഫ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഫ്രീക്വൻസി സ്ക്വയർ. ഇത് കറക്റ്റ് ആണല്ലേ, അപ്പോൾ ഇത് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ഇതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇവിടെ വേവ് ലെങ്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. സോ ഇത് റോങ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. ഇനി PSCക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. കാരണം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു A² എന്ന് ഒരു റിലേഷൻ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കറക്റ്റായിട്ട്, ബട്ട് ബി കൊടുത്താലും കറക്റ്റാണ്. വി ക്യാൻ ഓൾവേസ് ചാലഞ്ച് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഓപ്ഷൻ ബിയും സിയും കറക്റ്റാണ്.
വിച്ച് യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്. സൗണ്ടിൻ്റെ ലൗഡ്നെസ് കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് യൂണിറ്റ് ആണ്? സോ സബൈൻ ഉണ്ട്, ഡെസിബൽ ഉണ്ട്, ഫോൺ ഉണ്ട്, വാട്ട്സ് ഉണ്ട്. നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡെസിബലും ഫോണുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫോൺ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഫോൺ ഉപയോഗിക്കുന്നത് ഇൻറ്റൻസിറ്റി സെയിമും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആകുമ്പോഴാണ്. എന്താണ് ഇൻറ്റൻസിറ്റി സെയിം I1 = I2 ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി മാറുമ്പോഴുള്ള ലൗഡ്നെസ് നോക്കാനാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്. അല്ലാതെ എല്ലാ കേസിലും നമ്മൾ ലൗഡ്നെസ് മെഷർ ചെയ്യുന്നത് ഡെസിബലിൽ തന്നെയാണ്. ഓക്കെ, സോ ഫോൺ, വെർ ഈസ് ദ ക്വസ്റ്റ്യൻ? യെസ്, സോ വിച്ച് യൂണിറ്റ് ഈസ് കമ്പയർഡ് ടു കമ്പയർ ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട്. ലൗഡ്നെസ് ഓഫ് സൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെസിബൽ ആണല്ലേ. ഡെസിബൽ നമ്മൾ രണ്ടെണ്ണം കമ്പയർ ചെയ്തില്ല SL കണ്ടുപിടിക്കുന്നത് L1 - L0 ചെയ്തിട്ട്. അപ്പോൾ അവിടെ കമ്പാരിസൺ ചെയ്ത് നമുക്ക് കിട്ടുന്നത് ബെല്ലിലോ ഡെസിബെല്ലിലോ ആണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി. അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് മെറ്റീരിയൽ ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ. ഇത് നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. അബ്സോർബ് ടു ഇൻഫ്ലുവൻസ് ആണല്ലോ ഓപ്ഷൻ ബി. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് MCQs ഉണ്ടായിരുന്നത്. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇനി നമ്മൾ അക്കോസ്റ്റിക്സിൻ്റെ ബാക്കി റിവർബറേഷൻ ടൈം, പിന്നെ അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സും കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ തിയറിയും MCQസുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ടിൽ ദെൻ പ്രിപ്പയർ വെൽ ഫോർ ദി എക്സാം. താങ്ക് യു.